ബി.ജെ.പിയുടെ പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന കേരളത്തിലെ രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരവും. പക്ഷേ ബി.ജെ.പിയുടെ പ്രതീക്ഷ വാനോളം ഉയർത്തുന്ന മറ്റു ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതേതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വിശകലനം ഇവിടെ നടത്തുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വ്യത്യസ്തമായ പാറ്റേണുകളാണ് ഉള്ളത്. ജനങ്ങൾ ചിന്തിക്കുന്നതും വോട്ട് ചെയ്യുന്നതും വ്യത്യസ്ത രീതിയിലാണ്. പാർലമെൻറ്റിലേക്ക് ഒരു ദേശീയ തലത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിൽ വോട്ട് ചെയ്യുമ്പോൾ നിയമസഭയും പഞ്ചായത്തുമൊക്കെ മറ്റൊരു തരത്തിലാണ് വോട്ട് ചെയ്യുന്നത്. എങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർലമെൻറ്റിലും നിയമസഭയിലും ശരാശരി വോട്ട് ലഭിക്കുകയും അത് സ്ഥിരത കാണിക്കുകയും ചെയ്താൽ അവിടെ ആ പാർട്ടി വളരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഉറച്ച വോട്ടുകളാണതെന്ന് പറയേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇത്തവണ ബി.ജെ.പി വലിയ നേട്ടം തന്നെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടാക്കും. അത് വളരെ വേഗം വളരുന്നൊരു പാർട്ടിയായി കേരളത്തിൽ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരുവനന്തപുരം തൃശ്ശൂർക്കും അപ്പുറം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ബി.ജെ.പിക്ക് തിളങ്ങാൻ കഴിയുന്നത്, ഇല്ലെങ്കിൽ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലത്തിലേക്ക് എത്തുന്നത്, ഒരുപക്ഷെ ജയിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. മുൻപ് നമ്മൾ ഈ ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റിൽ പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്തേക്കാൾ ഏറെ പ്രതീക്ഷ നാം വെച്ച് പുലർത്തേണ്ട ഒരു മണ്ഡലം ആറ്റിങ്ങലാണ് എന്ന്. കാരണം സ്ഥാനാർത്ഥി എന്ന നിലയിൽ വി മുരളീധരന് അല്പം മുൻതൂക്കമുള്ള മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും, അതായത് കഴിഞ്ഞ ലോക്സഭ 2019 ലോക്സഭയും അതിനുശേഷം 2021 നിയമസഭയിലെ കണക്കുകൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വ്യതിയാനം മനസ്സിലാക്കാൻ കഴിയും. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത് ശ്രീ ശോഭ സുരേന്ദ്രനായിരുന്നു. അവർ വലിയ രീതിയിൽ തന്നെ വോട്ട് ഉയർത്തി. 24.97% കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ലഭിച്ചത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഇതിൽ ആറ്റിങ്ങലും ചിറയൻകീഴും നെടുമങ്ങാടും കാട്ടാക്കടയും, അതായത് 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് 20% മുകളിൽ വോട്ടുണ്ട്. അതായത് 4 നിയമസഭാ മണ്ഡലത്തിൽ 20% വോട്ടുണ്ട്. ബാക്കിയുള്ള 3 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതായത് 7 നിയോജക മണ്ഡലങ്ങളിൽ 4 എണ്ണത്തിൽ ബി.ജെ.പിക്ക് 20% മുകളിൽ വോട്ടുണ്ട്. ചിലതിൽ ആറ്റിങ്ങൽ പോലുള്ള ചില ഇടങ്ങളിൽ 25% വോട്ടുണ്ട്. ഇവിടെ ബി.ജെ.പിയുടെ വോട്ടിൻ്റെ ഒരു സ്ഥിരത കാണിക്കുന്നു. അതായത് ശോഭാ സുരേന്ദ്രൻ 2019 പിടിച്ച ആ വോട്ടുകൾ അത് വലിയ ചോർച്ച സംഭവിക്കാതെ ഇരിക്കുന്നു ആറ്റിങ്ങലെന്ന് തെളിയിക്കുന്നതാണ് ഈ കണക്കുകൾ. അതായത് 2019 ശേഷം 2021 നിയമസഭയിലെ കണക്കുകൾ, അവിടെ വോട്ടിങ്ങിൽ ശതമാനത്തിൽ കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. അതുമാത്രവുമല്ല, അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തന്നെയാണ്. മുരളീധരൻ വളരെ കാലമായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മികച്ച സംഘടനാ പ്രവർത്തനവും ഒപ്പം കേന്ദ്രമന്ത്രി എന്നുള്ള ആ ഒരു പരിവേഷവും അദ്ദേഹത്തിന് അവിടെ നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റും. ഒരുപക്ഷെ വിജയിക്കാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലുള്ളതും ആറ്റിങ്ങൽ തന്നെയാണ്. ഇനി മറ്റൊരു മണ്ഡലത്തിലേക്ക് വന്നാൽ അത് പാലക്കാടാണ്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന്. ഇവിടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ബി.ജെ.പി കരുതുന്നതിന് കാരണങ്ങൾ അനവധിയുണ്ട്. അവിടെ കഴിഞ്ഞ തവണ, അതായത് 2019 ബി.ജെ.പി നേടിയത്, സി കൃഷ്ണകുമാർ നേടിയത് 21.44% വോട്ടാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, 2014 എം.ബി. രാജേഷ് ജയിച്ച മണ്ഡലമാണ്. അന്ന് എം.ബി. രാജേഷ് നേടിയ 45.36% വോട്ടായിരുന്നു. കോൺഗ്രസ് നേടിയത് 33.79% വോട്ടായിരുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ 15% വോട്ട് നേടി. ആ 15% വോട്ടാണ് 2019 കൃഷ്ണകുമാർ എത്തിയപ്പോഴേക്കും അത് 21% വർദ്ധിച്ചിരിക്കുന്നു. 2014 അവിടെ SDP-ക്ക് 1.37% വോട്ടുണ്ടായിരുന്നു. ആ വോട്ടാണ് അവിടെ പാലക്കാട്ട് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളത് ഷിഫ്റ്റ് ചെയ്ത് പോയിരുന്നത്. ഏതായാലും 2019 21.44% വോട്ട് നേടി ബി.ജെ.പി. അവിടെ കൊണ്ട് അവരുടെ മുന്നേറ്റം നിൽക്കുന്നില്ല. 2021 എത്തിയപ്പോഴേക്കും അവിടെ പല നിയോജക മണ്ഡലങ്ങളും ബി.ജെ.പിക്ക് വലിയ മേൽക്കൈ വന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഷൊർണൂരാണ് അതിൽ ഏറ്റവും വലിയ മുന്നേറ്റം. ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്ന് പറയുന്ന ഷൊർണൂർ ഒരു വലിയ മുന്നേറ്റം ബി.ജെ.പി ഉണ്ടാക്കിയെന്ന് പറയേണ്ടി വരും. സന്ദീപ് വാര്യരായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം 24.34% വോട്ട് ഷൊർണൂർ നിയമസഭാ മണ്ഡലത്തിൽ നേടി. ഒറ്റപ്പാലത്ത് അവർക്ക് 16% വോട്ടുണ്ട്. കൊങ്ങാട് 20% വോട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞു. മലമ്പുഴയിൽ അവർ 2ാം സ്ഥാനത്തെത്തി. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 30.68. അവിടെ കൃഷ്ണകുമാറാണ് മത്സരിച്ചത്. ആ കൃഷ്ണകുമാർ തന്നെയാണ് ഇപ്പോൾ ലോക്സഭയിൽ മത്സരിക്കുന്നത്. പാലക്കാട്ടേക്ക് അവരെത്തുമ്പോൾ പാലക്കാട് ഷാഫി ജയിക്കുമ്പോൾ ബി.ജെ.പി
തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലം 35.34% വോട്ട് ലഭിച്ചു. അതായത് BJP ഭയങ്കരമായി തന്നെ വളരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. നിയമസഭയിൽ അവരവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുകയാണ്, താഴുകയല്ല അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് മികച്ച സംഘടനാ പ്രവർത്തകനും കൂടിയാണ് ഈ ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. പ്രവർത്തകരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്, സംഘടനാ പ്രവർത്തനം നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ആറ്റിങ്ങൽ, പാലക്കാട് ഈ രണ്ട് മണ്ഡലങ്ങൾ തന്നെ ഒരു കറുത്ത കുതിരയായി മാറാനുള്ള സാധ്യതകളേറെയാണ്. പിന്നെ നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു മണ്ഡലം പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി അവിടുത്തെ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുമ്പോൾ പത്തനംതിട്ടയിൽ എന്താണ് നമ്മൾ സംഭവിക്കുക എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പത്തനംതിട്ട സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJP അങ്ങനെ വലിയ രീതിയിൽ വളർച്ച ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ മണ്ഡലം ആയിരുന്നില്ല. ഈ ശബരിമല വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രൻ അവിടെ വന്ന് നിൽക്കുകയും വോട്ട് ക്രമാതീതമായി ഉയർത്തുകയും അത് A-ക്ലാസ് മണ്ഡലത്തിൻ്റെ പരിധിയിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോൾ 28.95% വോട്ടാണ് 2019 അദ്ദേഹം നേടുന്നത്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവിടെ ഏതാണ്ട് 4 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് 15% വോട്ട് വർദ്ധിച്ചിട്ട് 15% വോട്ടിലേക്ക് അവർ നില എത്തിയിരിക്കുന്നു. തിരുവല്ലയിൽ അവർ 16% വോട്ട് നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. റാന്നിയിൽ BDJS ആണ് മത്സരിച്ച് അവർ 15.33% വോട്ട് നേടി. ആറന്മുളയിൽ അവർ 18% വോട്ട് നേടി. കോന്നിയിലേക്ക് എത്തുമ്പോൾ അവർ 22%, അടൂരേക്ക് എത്തുമ്പോൾ 15% വോട്ട് നേടി. അതിനർത്ഥം പത്തനംതിട്ട അവർക്ക് വളക്കൂറുള്ള മണ്ണാണ്. അവിടെ വളരെ വേഗം BJP എന്ന രാഷ്ട്രീയ പാർട്ടി വളരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ദൃഷ്ടാന്തമായൊരു തെളിവ് തന്നെയാണ് ലോക്സഭയ്ക്ക് 2 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭയിലുള്ള ഈ വോട്ടിംഗ് പെർസെൻറ്റേജ്. പിന്നെ BJP വോട്ടിംഗ് ശതമാനം ഉയർത്തി A-ക്ലാസ് മണ്ഡലത്തിൻ്റെ പരിധിയിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു മണ്ഡലം ആലപ്പുഴ ലോക്സഭാ മണ്ഡലമാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ BJP കഴിഞ്ഞ തവണ നേടിയത്, അത് KS രാധാകൃഷ്ണനായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ തവണ അവർ നേടിയത് 17.24%. ഇവിടെ ഇത് വലിയ രീതിയിൽ വോട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇവിടെ മത്സരിക്കുന്നത് BJPയുടെ ഒരു ക്രൗഡ് പുള്ളറായ ലീഡർ, ഇല്ലെങ്കിൽ മത്സരിച്ചിടത്തൊക്കെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന ഒരു ലീഡർ ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴ മത്സരിക്കുന്നത്. അവരോടൊപ്പം ആ ആലപ്പുഴയിലെ പ്രവർത്തകരും ശക്തമായി തന്നെ മുൻപോട്ട് നീങ്ങുകയാണെങ്കിൽ ഇത് ഒരു A-ക്ലാസ് മണ്ഡലമായി തന്നെ മുൻപോട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അമ്പലപ്പുഴ ഒഴിച്ച് ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊന്നും തന്നെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അതിൽ 2 സീറ്റ് ഓളം സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. മറ്റൊരു കാര്യം, 1,90,000 വോട്ട് ലഭിച്ച ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അവിടെ നിന്ന് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തുമ്പോൾ അത് ഒരു 1,00,000 വോട്ട് കൂടി എക്സ്ട്രാ വരും എന്ന് തന്നെ BJP കരുതുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് ആലപ്പുഴ അവരുടെ A-ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനം പിടിക്കും എന്ന് തന്നെയാണ് BJP കരുതുന്നത്. പക്ഷേ ഇവിടുത്തെ സംഘടനാ പ്രവർത്തനം കൂടി ശക്തമാക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ വളരെ അധികം വോട്ട് ഉയർത്താൻ കപ്പാസിറ്റിയുള്ള ലീഡർ, കേരളത്തിൽ അത്തരത്തിലുള്ള വോട്ട് ഉയർത്താൻ കപ്പാസിറ്റിയുള്ള ലീഡർമാർ BJPയിൽ കുറവാണ്. സുരേഷ് ഗോപി, ഒപ്പം തന്നെ ഈ ശോഭാ സുരേന്ദ്രൻ, അങ്ങനെ വളരെ വരലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ രീതിയിൽ മുന്നേറാൻ കഴിയും. അതിൽ ആറ്റിങ്ങൽ, പാലക്കാട്, ഒപ്പം തന്നെ ആലപ്പുഴ, പത്തനംതിട്ട. ഇതിൽ പത്തനംതിട്ട ഓൾറെഡി അവരുടെ A-ക്ലാസ് മണ്ഡലങ്ങൾ ഒന്നാണ്. ആലപ്പുഴ A-ക്ലാസ് മണ്ഡലമായിട്ടില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരുപക്ഷേ A-ക്ലാസ് മണ്ഡലമായേക്കാം. ഏതായാലും ഈ പറയുന്ന മണ്ഡലങ്ങളെല്ലാം ശക്തമായൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ജയവും തോൽവിയും പ്രവചിക്കാനായി നമുക്ക് കഴിയില്ല. കാരണം അത് വോട്ടർമാരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെ അതിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് മാത്രം വെച്ച് നമുക്കൊരു അവലോകനം നടത്തിയാൽ നമുക്ക് അവർക്ക് മുന്നേറാൻ കഴിയും എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്നതിൽ അവിടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കാൻ വേണ്ടി തന്നെ മത്സരിക്കുന്നവരാണ്. ഏതായാലും BJP വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മണ്ഡലങ്ങൾ, അതായത് തൃശ്ശൂരും തിരുവനന്തപുരവും അല്ലാതെ ഉള്ള മണ്ഡലങ്ങൾ, ഈ ആറ്റിങ്ങൽ, പാലക്കാട്, ഒപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, ഇത് വലിയ രീതിയിൽ വോട്ടുയർത്താൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. ആറ്റിങ്ങലും പാലക്കാടും വിജയപ്രതീക്ഷ നൽകുന്നൊരു മണ്ഡലമാണ്. പത്തനംതിട്ടയും ആലപ്പുഴയും വലിയ രീതിയിൽ മുന്നേറാൻ കഴിയുന്ന മണ്ഡലം കൂടിയാണ്. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ നമ്മളൊരു പോയിൻ്റ്. നന്ദി, നമസ്കാരം.